അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് ഏതാ ദിവസം? വ്യാഴാഴ്ച അല്ലേ? അറബിയിലെ വ്യാഴാഴ്ചക്ക് എന്തെന്ന് പറയാം? യൗമുൽ ഖമീസ്. യൗമുൽ ഖമീസ്, വ്യാഴം അല്ലേ? ഈ വ്യാഴം ദിവസത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. വ്യാഴം ദിവസത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകം നോമ്പെടുക്കാൻ പറഞ്ഞ, സുന്നത്ത് നോമ്പെടുക്കാൻ പറഞ്ഞ ദിവസമാണ് വ്യാഴാഴ്ച ദിവസം. അതുപോലെ തന്നെ ദിവസങ്ങളുടെ നേതാവായ വെള്ളിയാഴ്ചയുടെ തലേ ദിവസമാണ് വ്യാഴാഴ്ച. ജുമുഅ ദിവസം ദിവസങ്ങളുടെ നേതാവാണ് ജുമുഅ, വെള്ളിയാഴ്ച. ആ വെള്ളിയാഴ്ചയുടെ തലേ ദിവസമാണ് വ്യാഴാഴ്ച. അപ്പൊ വെള്ളിയാഴ്ചക്ക് വേണ്ടി ഒരുങ്ങി തയ്യാറാവേണ്ടുന്ന ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട ദിവസമാണ് ഏത്? വ്യാഴാഴ്ച ദിവസം. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരുടെ ഭംഗിക്ക് വേണ്ടി ഒരുപാട് അവയവങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് അല്ലേ? അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു അവയവമാണ് ഏത്? കയ്യ്. ആ കയ്യിന്റെ ഒരു ഭാഗമാണ് ഏത്? വിരലുകൾ അല്ലേ? വിരലുകളുടെ സൗന്ദര്യം കൂട്ടാൻ വേണ്ടി റബ്ബ് എന്ത് തന്നു? നഖങ്ങൾ തന്നു അല്ലേ? നഖം. ആ നഖം വളർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. നാം വെട്ടുന്നതിനനുസരിച്ച് നഖം വളർന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം വിശ്വാസികൾക്ക് ഓരോ പ്രവർത്തനങ്ങൾ നടത്താനും അതിൻ്റെതായ ദിവസങ്ങൾ നൽകിയിട്ടുണ്ട്. ഇന്ന ദിവസം ഇന്നത് ചെയ്യണം, ഇന്ന ദിവസം ഇന്നത് ചെയ്യണം എന്ന് പറഞ്ഞ് നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ ഓരോ ദിവസങ്ങൾ നിജപ്പെടുത്തി തന്നിട്ടുണ്ട്. അപ്പൊ നഖം വെട്ടാൻ വേണ്ടി പ്രത്യേകമായ സുന്നത്താക്കപ്പെട്ട ഒരു ദിവസമാണ് ഏത്? വ്യാഴാഴ്ച ദിവസം. ആഴ്ചയിൽ നഖം വെട്ടാൻ തിരഞ്ഞെടുക്കേണ്ടുന്ന ദിവസം ഏതാണ്? വ്യാഴാഴ്ച ദിവസത്തിലോ വെള്ളിയാഴ്ച പകലിലോ. വെള്ളിയാഴ്ച പകൽ എന്ന് പറഞ്ഞാൽ രാവിലെ, വെള്ളിയാഴ്ച ജുമുഅക്ക് വരുന്നതിൻ്റെ മുമ്പയായിക്കൊണ്ടോ അല്ലെങ്കിൽ വ്യാഴാഴ്ചയിലോ ആണ് നഖം വെട്ടൽ സുന്നത്തുള്ളത്. ആ നഖം വെട്ടുന്നത് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൻ്റെ രൂപം വളരെ ഭംഗിയായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. തോന്നിയതുപോലെ നഖം വെട്ടിക്കഴിഞ്ഞാൽ ആ സുന്നത്ത് ലഭിക്കൂല. സുന്നത്ത് ലഭിക്കണമെങ്കിൽ പറഞ്ഞതനുസരിച്ച് നഖം വെട്ടണം. മനസ്സിലായല്ലോ? ആ നഖം വെട്ടുമ്പോൾ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസുന്നത്തിനെ ഞാൻ കരുതുന്നു എന്ന നീയത്ത് പ്രകാരം നഖം വെട്ടുമ്പോഴാണ് ആ സുന്നത്ത് ലഭിക്കുള്ളൂ. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസുന്നത്തിനെ കരുതുന്നു എന്ന് മനസ്സിൽ എന്ത് ചെയ്യണം? കരുതണം. എന്നിട്ടായിരിക്കണം നഖം വെട്ടേണ്ടത്. എന്നാലേ ആ സുന്നത്ത് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നഖം വെട്ടേണ്ടുന്ന രൂപം ഇസ്ലാം പറഞ്ഞത് എങ്ങനെയാണ്? ആദ്യം വലത് കൈ. ആദ്യം വലത് കൈയിൽ 5 വിരലുകളാ ഉള്ളത്. 5 ചെറുവിരലിന് ഖിൻസർ എന്ന് പറയും അറബിയിൽ. ഖിൻസർ. അതിന്റെ തൊട്ടടുത്ത വിരലിന് ബുൻസർ. അതിന്റെ തൊട്ടടുത്ത വിരലിന് ബുസ്ത. അതിന്റെ തൊട്ടടുത്ത വിരലിന് മുസബ്ബഹ്. തള്ളവിരലിന് ഇബ്ഹാം. ഇങ്ങനെ അറബിയിൽ 5 വിരലിന് 5 പേരുകളാണ് പറയും. അപ്പോ ആദ്യം വെട്ടേണ്ടുന്ന വിരലുകൾ ഏത് കൈയിലേതായിരിക്കണം? വലത് കൈ. വലത് കൈയിലെ വിരലുകളെയാണ് ആദ്യം വെട്ടേണ്ടത്. അതും തന്നെ വലത് കൈയിലെ ഏത് വിരലാണ് ആദ്യം വെട്ടേണ്ടത്? മുസബ്ബിഹ വിരലിൻ. നമ്മൾ ചൂണ്ടുവിരൽ എന്ന് പറയൂലേ, ആ ചൂണ്ടുവിരൽ, വലത് കൈയിന്റെ ചൂണ്ടുവിരലിലെ നഖമാണ് ആദ്യം വെട്ടേണ്ടത്. പിന്നെ അതിന്റെ തൊട്ടടുത്ത, പിന്നെ അതിന്റെ തൊട്ടടുത്ത വിരൽ, പിന്നെ ചെറുവിരൽ, പിന്നെയാണ് തള്ളുവിരൽ. അതിനുശേഷം ഇടത് കൈയിലോ? ഇടത് കൈയിൽ അതിന് ശേഷം ചെറുവിരൽ, അതിന്റെ തൊട്ടടുത്ത മോതിര വിരൽ, അതിന്റെ തൊട്ടടുത്ത വിരൽ, അതിന്റെ തൊട്ടടുത്ത വിരൽ, പിന്നെ തള്ളുവിരൽ. അപ്പൊ വലത് കൈയിൽ ആദ്യം തുടങ്ങേണ്ടുന്ന വിരൽ ഏതാ? വിരല്. അതിനുശേഷം അതിന്റെ തൊട്ടടുത്ത വിരൽ, അതിനുശേഷം അതിന്റെ തൊട്ടടുത്ത വിരൽ, അതിനുശേഷം ചെറുവിരല്. മനസ്സിലായോ? അതിനുശേഷമായിരിക്കണം തള്ളവിരൽ. അതിനുശേഷം ഇടത് കൈയിന്റെ ചെറുവിരൽ, അതിനുശേഷം അതിന്റെ തൊട്ടടുത്ത വിരൽ, അതിനുശേഷം അതിന്റെ തൊട്ടടുത്ത വിരൽ, അതിനുശേഷം അതിന്റെ തൊട്ടടുത്ത വിരൽ, പിന്നെ തള്ളവിരൽ. അപ്പൊ ഇൻഷാ അല്ലാഹ് നഖം വെട്ടേണ്ടുന്ന രൂപം നമ്മൾ ഇവിടെ കാണിക്കുകയാണ്. ഇങ്ങനെ ഒരു പേപ്പർ, നഖം വെട്ടുന്ന സമയത്ത്, നഖം വെട്ടുമ്പോൾ ഇങ്ങനെ ഒരു പേപ്പർ കൊണ്ടുവരാം. എന്നിട്ട് ഈ പേപ്പറിൽ ആദ്യം വലത് കൈയിന്റെ ചൂണ്ടുവിരൽ, വലത് കൈയിന്റെ ചൂണ്ടുവിരൽ, അതിനുശേഷം അതിന്റെ തൊട്ടടുത്ത വിരൽ, അതിനുശേഷം മോതിര വിരൽ, അതിനുശേഷം ചെറുവിരൽ, അതിനുശേഷം
തള്ളവിരൽ, ഇടത് കൈയിലെ ചെറുവിരൽ, ഇടത് കൈയിലെ ഇനി കാലിലെ വലത് കാലിലെ ചെറുവിരൽ മുതലാണ് തുടങ്ങേണ്ടത്. വലത് കാലിലെ ചെറുവിരൽ. ഇങ്ങനെ എന്ത് ചെയ്യുന്നു? വലത് കാലിന്റെ തള്ളവിരലിലൂടെ പോയിട്ട് ഏതാണ് അവസാനിപ്പിക്കേണ്ടത്? ചെറുവിരലിലാണ് അവസാനിപ്പിക്കേണ്ടത്. അങ്ങനെ നഖം വെട്ടി നമ്മൾ എന്ത് ചെയ്തു? ആ നഖം വെട്ടിയ നമ്മുടെ നഖം ഒരു പേപ്പറിൽ നിക്ഷേപിച്ചു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? കൈ നമ്മുടെ ഒരു അവയവത്തിന്റെ ഭാഗത്തും സ്പർശിക്കാൻ പാടില്ല. ഇങ്ങനെ പോയിട്ട് എന്ത് ചെയ്യുന്നു? നഖം വെട്ടിയിട്ട് നമ്മുടെ കയ്യ് വൃത്തിയായി കഴുകുന്നു. കാൽ വിരലുകളും എന്ത് ചെയ്യുന്നു? കാരണം എന്തുകൊണ്ടാണ് നഖം വെട്ടിയിട്ട് നമ്മുടെ അവയവത്തിന്റെ മറ്റൊരു ഭാഗത്തും സ്പർശിക്കുന്നതിന്റെ മുമ്പ് കൈ കഴുകണം എന്ന് ഇസ്ലാം പറഞ്ഞത് എന്തിനു വേണ്ടിയാണെന്നറിയാം? നഖം വെട്ടി കൈ കഴുകാതെ നമ്മുടെ ഏതെങ്കിലും ഭാഗത്ത് നമ്മുടെ ആ കൈ കൊണ്ട് മാന്തുകയോ ചെയ്താൽ അവിടെ എന്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ട്? വെള്ളപ്പാണ്ട് എന്ന ആ മഹാരോഗം, എല്ലാവരും വെറുക്കുന്ന രോഗം ഉണ്ടാവാൻ സാധ്യത ഏറെയാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ നഖം വെട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? കൈകൾ കഴുകണം. അങ്ങനെ കഴുകിയതിന് ശേഷം നമ്മൾ ഈ നഖം വെട്ടിയ ഈ പേപ്പർ എന്ത് ചെയ്യുന്നു? ഇത് കീറിയെടുത്തിട്ട് ഇതെല്ലാം കൂടെ എന്ത് ചെയ്യുന്നു? ചുരുട്ടിയെടുത്തിട്ട് വീടിന്റെ ഒരു ഭാഗത്ത് ഇത് നമ്മൾ ഇനി കുഴിച്ചു മൂടണം. ഈ പേപ്പറിൽ നമ്മൾ എന്ത് എടുത്തിട്ടുണ്ട് കുഴിച്ചു മൂടാൻ. ഇങ്ങനെ ഒരു കുഴി എടുത്തിട്ട് ഇതിലെന്ത് ചെയ്യുന്നു? ഇങ്ങനെ കുഴിച്ചു മൂടുന്നു. മൂടാൻ മഹാന്മാർ പറഞ്ഞ പ്രധാനപ്പെട്ട കാരണം, മാട്ടുമാരണം എന്ന് പറയുന്ന ഒരു മനുഷ്യനെ നശിപ്പിക്കാനും കൊല്ലാനും തകർക്കാനും ചെയ്യുന്ന ഒരു പൈശാചികമായ ഒരു രൂപമാണ് മാട്ടുമാരണം എന്ന് പറയും. അതിന് അറബിയിൽ സിഹർ എന്ന് പറയും. ഈ മാട്ടുമാരണം ഓരോ മനുഷ്യനെ തകർക്കാൻ വേണ്ടി അവരുടെ നഖം, അവരുടെ മുടി ഇതുപോലെയുള്ളതാണ് ഉപയോഗപ്പെടുത്തുക. നഖം കുഴിച്ചു മൂടാനുള്ള കാരണം, ആ നഖം ആർക്കെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ നഖത്തിലൂടെ നമ്മെ തകർക്കാൻ വേണ്ടി, നമ്മെ സിഹർ ചെയ്യാൻ ഏറ്റവും ഉപയോഗപ്പെടുത്തുന്ന ഒരു അവയവത്തിൻ്റെ ഒരു ഭാഗമാണ് നഖം. അപ്പോൾ ആ നഖം ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പറ്റൂല. സദയായി അവിടെയും ഇവിടെയും നഖം വെട്ടിയതിന് ശേഷം വലിച്ചെറിയാൻ പറ്റും. വെട്ടുന്ന സമയത്ത് എന്ത് നിയ്യത്ത് വെക്കണം? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസുന്നത്തിനെ ഞാൻ കരുതി എന്ന് നിയ്യത്ത് വെച്ചായിരിക്കണം. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.